അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വിദ്യാസ്പർശം കുഴൽനാടൻ മെറിറ്റ് അവാർഡ് 2025 വിതരണത്തിന് തുടക്കം കുറിച്ചു. ആവോലി, പാലക്കുട പഞ്ചായത്തുകളിൽ നടന്ന ചടങ്ങുകളോടെയാണ് മെറിറ്റ് അവാർഡ് വിതരണത്തിന് തുടക്കം കുറിച്ചത്. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ MLA ആരംഭിച്ച വിദ്യാസ്പർശം കുഴൽനാടൻ മെറിറ്റ് അവാർഡ് 2025 ഉദ്ഘാടനം നടത്തി. ആവോലി, പാലക്കുട പഞ്ചായത്തുകളിൽ നടന്ന ചടങ്ങുകളോടെയാണ് മെറിറ്റ് അവാർഡ് വിതരണത്തിന് തുടക്കം കുറിച്ചത്. ഈ നാടിന് അഭിമാനമാണ് എന്നതുകൊണ്ട് നിങ്ങളെ ഈ നാട് ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാടിന്റെ ആദരവ് നൽകുക എന്നത് ഈ നാടിന്റെ ജനപ്രതി എന്നതിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നതുകൊണ്ടുകൂടിയാണ് ഈ നിലയ്ക്കൊരു മെറിറ്റ് അവാർഡ് സംഘടിപ്പിക്കാൻ ഞാൻ വേണ്ടിയത്. സ്വാഭാവികമായിട്ടും എല്ലാവരും ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരും നിയോജകമണ്ഡലത്തിൻ്റെ ഒരു കേന്ദ്രത്തിൽ വെച്ച് ആണത് ചെയ്യുന്നതെങ്കിൽ ഞാനിതെല്ലാ പഞ്ചായത്തുകളിലും പ്രത്യേകമായി നടത്താൻ തീരുമാനിച്ചതിന് കാരണം നിങ്ങളിന്ന് ഈ വേദിയിൽ വന്ന് ഈ ചെറിയ സമ്മാനം ഏറ്റുവാങ്ങുമ്പോൾ ഈ ലോകത്ത് അത് കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ആഹ്ലാദിക്കുന്നതും നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും. അവർക്കത് കാണാനുള്ള ഒരവസരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന പരിപാടി 7 ദിവസം കൊണ്ട് ഞാൻ മാറ്റുകയും ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങളിന്ന് നേടിയിട്ടുള്ള ഈ വിജയത്തിന് പിന്നിൽ നിങ്ങളുടെ കഠിനാധ്വാനമുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ നിങ്ങളെ അതിന് പ്രാപ്തരാക്കിയ നിങ്ങളുടെ മാതാപിതാക്കൾ സ്കൂളിൽ അയക്കുമ്പോൾ ആദ്യ ദിനം സ്കൂളിൽ അയച്ചപ്പോൾ മുതൽ അവർ കണ്ട സ്വപ്നമാണ് നിങ്ങൾ മിടുക്കരായി പഠിച്ച് അഭിമാനത്തോടുകൂടി എൻ്റെ മകനോ മകളോ പഠിച്ച് ഇറങ്ങി വരുമെന്നുള്ളത്. അതിൻ്റെ സാക്ഷാത്കാരം നേരിട്ട് കാണുന്ന ആ ഒരു നിർവൃതി, ആ ഒരു ചരിതാർത്ഥ്യം അത് മാതാപിതാക്കൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. 10+2 ബിരുദം, ബിരുദാനന്തര ബിരുദം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും കലാകായിക രംഗങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചവർക്കും പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് മെറിറ്റ് അവാർഡ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആവോലി പഞ്ചായത്തിൽ 96 പ്രതിഭകളും പാലക്കുട പഞ്ചായത്തിൽ 34 പ്രതിഭകളും അവരുടെ രക്ഷിതാക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ്, മുതിർന്ന നേതാവായ KM പരീദ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ജോർജ്, പഞ്ചായത്ത് മെമ്പർമാരായ സൗമ്യ ഫ്രാൻസിസ്, ജോർജ് തെക്കുംപുറം, ഷഫാൻ VS, ഷറഫത്ത് മെയ്ദീൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു പരീക്ഷ, KP മുഹമ്മദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 6 ദിവസങ്ങളിലായി ഓരോ ദിവസം 2 പഞ്ചായത്തുകളിലുമായാണ് വിദ്യാസ്പർശം മെറിറ്റ് അവാർഡ് വിതരണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് സെക്കൻഡ് ബാവയുടെ നാമധേയത്തിലുള്ള കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ വിവിധ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college@gmail.com.